At any point xy of a curve, the slope of the tangent is twice the slope of the line segment joining the point of contact to the point -4, -3. Okay. Find the equation of the curve that is passed through -2, 1. Question എന്താ പറഞ്ഞിരിക്കുന്നത്? At any point xy of a curve, xy എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റ് തന്നിട്ടുണ്ട്, ഏതോ ഒരു കർവ് ഉണ്ട്, അതിൽ xy എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്, അതായത് dy/dx ആണ് സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിൻ ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു ദി പോയിന്റ് എന്തായിരിക്കും? -4, -3. അതായത് xy എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ -4, -3 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്ലോപ്പിന്റെ ട്വൈസ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അറ്റ് എനി പോയിന്റ് xy, അതായത് നമുക്ക് ഇങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്? നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കർവ് ഉണ്ട്, നമുക്കറിയില്ല എന്താണ് ആ കർവ് എന്ന്. അതിലൊരു പോയിന്റ് തന്നിട്ടുണ്ട്, xy എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. അറ്റ് എനി പോയിന്റ് xy, ഏതോ ഒരു പോയിന്റ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്, എന്താണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്? അപ്പം അവിടെ നമുക്കൊരു ടാൻജന്റ് ലൈൻ ഉണ്ട്, അതിനൊരു സ്ലോപ്പും ഉണ്ട്. അപ്പം അവിടുത്തെ ടാൻജന്റ് ലൈൻ ആണ് ഏത്? ഈ കാണിച്ചിരിക്കുന്നത്. അവിടുത്തെ ടാൻജന്റ് ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവിടുത്തെ ടാൻജന്റ് ലൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ബ്ലൂ ലൈൻ. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? dy/dx. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? dy/dx. സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എത്രയാണ്? dy/dx. At any point xy, slope of the tangent line twice the slope of the line segment joining the point of contact to the point -4, -3. ഓക്കെ. അതായത് ഈ ഒരു പോയിന്റും -4, -3 എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ലോപ്പിന്റെ എന്താണ്? ട്വൈസ് ആണ്. അപ്പം ആ ഒരു ഗിവൺ പോയിന്റിലെ സ്ലോപ്പ് -4, -3 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരും? സംവെയർ അലോങ് ഇവിടെ വരും. ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ സ്ലോപ്പ് എത്രയാണോ അതിന്റെ ട്വൈസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ ബ്ലൂ സ്ലോപ്പ് എന്ന് പറയുന്നത്, അതായത് dy/dx. അതായത് xy is a point of contact, curve and its tangent, സ്ലോപ്പ് ജോയിനിങ് എന്താണ്? xy -4, -3 എന്ന് പറയുന്നത് എത്രയാണ്? y2 - y1, y+3 x+4 എന്ന് പറയും. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് എനി പോയിന്റ് dy/dx എന്ന് പറയും. അടുത്തത് ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് ആ ജോയിൻ ചെയ്തതിന്റെ ട്വൈസ് ആണ്. സോ dy/dx is 2 times y+3 x+4. In a culture, the bacteria count is 1 lakh. The number is increased by 10% in 2 hours. In how many hours will the count reach 2 lakh if the rate of growth of bacteria is proportional to the number present? എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ചെയ്യുന്നത്? y be the number of bacteria present at any time t, rate of growth of bacteria proportional to the number present. So dy/dt proportional to y. So dy/dt proportional to y വരുമ്പോൾ ky എന്ന് എഴുതാം. So dy/dt kdt എന്ന് എഴുതാം. So dy/y is equal to kdt. ഇന്റഗ്രേറ്റ് ചെയ്യുക. log y is equal to kt plus c എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ. അടുത്തത് ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. y' ആണ് നമ്പർ അല്ലെ y0, അതായത് y' അല്ലെ y0 നമുക്ക് വിളിക്കാം. നമ്പർ ഓഫ് ബാക്ടീരിയ t ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ടിയുടെ വാല്യൂ 0 എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിയുടെ വാല്യൂ എന്തെന്ന് കിട്ടും? log y' എന്ന് കിട്ടും. സോ log y is equal to kt plus log y' എന്ന് കിട്ടും. log y minus log y' kt എന്ന് കിട്ടും. ഇപ്പോൾ log y/y' ഈക്വൽ ടു kt എന്നുള്ളത് എന്ത് കിട്ടും? എക്സ്പ്രഷൻ ആയിട്ട് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് എന്താണ് സോൾവ് ചെയ്താൽ മതി. ടി വൈ, ടിയുടെ വാല്യൂ 0, വൈയുടെ വാല്യൂ 1 lakh. ഇൻക്രീസ് ബൈ 10% in 2 hours. സോ ആഫ്റ്റർ 2 hours 10% എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ 1,10,000. ഓക്കെ, 1,10,000. കാരണം എന്തുകൊണ്ടാണ്? ഇൻക്രീസ്ഡ് ബൈ 10%. അപ്പോൾ 1 lakhന്റെ 10% എന്ന് പറയുമ്പോഴത്തേക്കും 10,000 വരും.
ഓക്കെ, സോ 1,10,000. ഇത് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? വൈ ഡാഷിൻ്റെയും കെയുടെയും വാല്യൂ കിട്ടും. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക. 2 അൺനോൺ ആണ്, 2 ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ടൈമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സച്ച് എ വേ ദാറ്റ് y ഈസ് 2 lakh. സോൾവ് ചെയ്യുക, നമുക്ക് ടൈമിൻ്റെ വാല്യൂ കിട്ടും. log y by y dash equal to kt. അടുത്തത് ഇൻസ്ട്രക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക. ബാക്ടീരിയ കൗണ്ട് എത്രയാണ്? 1 lakh. നമ്പർ ഇൻക്രീസ്ഡ് ബൈ 10% ഇൻ 2 hours. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാം? y എന്ന് പറയുന്നത് എത്ര കിട്ടും? y ഡാഷ് എത്രയാണ്? ഇനീഷ്യൽ വാല്യൂൻ്റെ 10% കൂടുതലാണ്. അപ്പോൾ 110/100 എന്ന് തന്നെ എടുക്കാം. കാരണം y ഡാഷ് 1 lakh ഞാൻ എടുക്കുന്നില്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ y ഡാഷ് ആണ് എൻ്റെ 1 lakh. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന് പകരം y ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എത്ര കിട്ടും? 110/100 y ഡാഷ് ഏത് സമയത്താണ്? t ഈക്വൽ ടു 2 hours. അതുകൊണ്ട് k ടൈംസ് 2 ഈസ് ഈക്വൽ ടു ലോഗ് 11/10 എന്ന് വരും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടും? 1/2 ലോഗ് 11/10 എന്ന് കിട്ടും. സോ k ഈക്വൽ ടു 1/2 ലോഗ് 11/10 എന്ന് കിട്ടും. അടുത്ത കെ ടി, കെക്ക് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു. ലോഗ് y ബൈ y ഡാഷ്. സോ ടിക്ക് എത്ര കിട്ടും? 2 ടൈംസ് ലോഗ് y ബൈ y ഡാഷ് ബൈ ലോഗ് 11/10 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം എന്താണ്? 1 lakh നിന്ന് 2 lakh ആയി. സോ y എന്ന് പറയുന്നത് എത്രയായി? 2y ഡാഷ് ആയി. ഓക്കെ, അപ്പം ടി എന്നുള്ളത് നമുക്കറിയത്തില്ല, ഏത് ടൈം ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഇനീഷ്യൽ വാല്യൂ ആണ് y ഡാഷ്. ഓക്കെ അല്ലേ? ഇനീഷ്യൽ വാല്യൂവിൽ നിന്ന് 2 lakh ആയി. സോ y ഈസ് ഈക്വൽ ടു 2y ഡാഷ്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? y ബൈ y ഡാഷ് ഈക്വൽ ടു 2. അതുകൊണ്ടാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഏത് വാല്യൂ കൊടുക്കാമെന്ന്? 2 കൊടുക്കാമെന്ന്. ഇവിടുത്തെ ഈ ടൈമാണ് നമുക്ക് അൺനോണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര കിട്ടും? 2 log 2 ബൈ ലോഗ് 11/10 എന്നുള്ളൊരു ആൻസർ നമുക്ക് എന്തായിട്ട് കിട്ടും? ടൈമായിട്ട് കിട്ടും.